വെൽക്കം ടു പർച്ചേം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ DC-യിൽ ഇവിടെ ഒരു ഗാർഡനിൽ പോയത്. ഇത് ഭയങ്കര ലോങ് ആവുന്ന കാരണം ഞാൻ രണ്ടാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇന്നത്തെ ഭാഗം നമ്മൾ അവിടുത്തെ അസീലികളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്. പാർട്ട് 2 അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ബോൺസായി ഗാർഡൻ ഉണ്ട്. ഒരു 200-300 കൊല്ലം പഴക്കമുള്ള ബോൺസായികളൊക്കെ ആയിട്ട്. പിന്നെ വേറെ ക്യാപിറ്റൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് ഇൻസ്റ്റാഗ്രാം സ്പോട്ടാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് പോയിട്ട് നല്ല പിക്ചേഴ്സാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും കാണാനൊക്കെ ആയിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മളിന്ന് US നാഷണൽ ആർബോറിറ്റത്തിലാണ്. ഇത് DC-യിലുള്ള ഒരു ഗാർഡനാണ്. ഫ്രീ ആണ് എൻട്രി. 440 ഏക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്പ്രിങ് തുടങ്ങി. അപ്പോൾ അസീലിയൊക്കെ പൂത്ത് വെക്കുകയാണ്. ചെറിയ ബ്ലോസം കഴിഞ്ഞു, അതിന് വരാൻ പറ്റിയില്ല. നമ്മളപ്പോൾ അസീലിയ എൻ്റെ നാട്ടിൽ കാണുന്നത് ഇതൊക്കെ അസീലിയാണ്. അസീലിയ ആസ് എ ഷെയ്ഡ് പ്ലാന്റ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ്. ഇത് കാണുന്ന കണ്ടില്ലേ ഹില്ല്. അപ്പോൾ ഒരു ചെറിയ വഴിയാണ് അവിടെ മറിച്ച് അസീലിയ ഒരു എന്താ പറയുക നാച്ചുറലായിട്ട് അവർ വളർത്തിയേക്കുന്നതാണ്. ഇത് ഇവരുടെ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. അതാണ് ആംബുലൻസിൻ്റെ ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് കേൾക്കണേ. ഈ അസീലികളൊക്കെ മിക്കവാറും ട്രഡീഷണൽ അസീലികളാണ്. അപ്പോൾ സ്പ്രിങ്ങിൽ പൂത്തിഞ്ഞാൽ പിന്നെ പൂക്കൂല, ഒറ്റയടിക്ക് അത്രയും പൂക്കാണ്. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അതൊക്കെ അങ്കോർ അസീലിയ എന്ന് പറഞ്ഞിട്ട് ഹൈബ്രിഡൈസ് വേർഷനാണ്. അത് പിന്നെയും ഫോളിൽ പൂക്കും. സ്പ്രിങ്ങിൽ പൂത്ത് കഴിഞ്ഞാൽ ഫോളിൽ പൂക്കും. മുഴുവൻ അസീലിയ അല്ലേ? മുഴുവൻ അസീലിയ. ഇതൊക്കെ പൂത്ത് കഴിഞ്ഞു. അസീലിയ പല കളറുണ്ട്. ഇത് ശരിക്കും ഒരാഴ്ച മുന്നേ വരണമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ പൂത്ത് കഴിഞ്ഞു. അത് മുഴുവൻ പൂത്തു. അസീലിയയിൽ തന്നെ സ്പ്രിങ്ങിൽ പല സമയത്ത് ബ്ലൂം ചെയ്യുന്ന ടൈപ്പുകളുണ്ട്. ഏർലി സ്പ്രിംഗ് ബ്ലൂമിങ്, മിഡ് സ്പ്രിംഗ് ബ്ലൂമിങ്, ലേറ്റ് സ്പ്രിംഗ് ബ്ലൂമിങ്. ഇത് നേറ്റീവ് അസീലിയാണ്. US-ൽ നേറ്റീവ് ആയത്. എനിക്ക് തോന്നുന്നു നോർമലി ബാക്കിയുള്ള ഈ അസീലികളൊക്കെ ജപ്പാൻ, കൊറിയ, ചൈന എന്നൊക്കെ വന്നേക്കുന്നതാണ്. ഇത് ഈ ഓറഞ്ച് ഇത് നേറ്റീവ് അസീലിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നതല്ലോ. അല്ല, ദിസ് ഇസ് കാസിയ സംതിങ്. ദാറ്റ്സ് നോട്ട് റോഡൻ. അത് ഇതാ സത്സുക്കി അസീലിയ ഇതാ പറഞ്ഞു. ആക്ച്വലി ഇതിൻ്റെ പേര് കമാസിയ എന്നാണ്, കാസിയ എന്നല്ല. ഇത് നോർത്ത് അമേരിക്കയിലെ ഒരു നേറ്റീവ് പ്ലാന്റ് ആണ്. ഇതിലും പല വെറൈറ്റികളുണ്ട്. ഒരു ബൾബിൽ നിന്ന് വരുന്നത്. സാധാരണ പോലെയല്ല. കണ്ടോ ഇതിൻ്റെ പൂവുണ്ടോ താഴേക്ക് വീണ് കിടക്കുന്ന? ഇതിൻ്റെ വെറൈറ്റിയുടെ പേരൊന്നും അറിയിച്ചിട്ടില്ല. ഡിഫറെൻറ്റ്. നമ്മൾ ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്ന ചെമ്പരത്തി പോലെ. ഇത് നമ്മൾ നേരത്തെ കണ്ട കമാസിയ എന്ന് പറഞ്ഞില്ലേ, വയലറ്റ് പൂവ്, അതല്ല കേട്ടോ. ഇത് വേറെ പൂവാണ്. ഇതിൻ്റെ ഗ്രോത്ത് ഹാബിറ്റും ഇലയൊക്കെ വ്യത്യാസമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഹയസിന്ത് ഫാമിലിയിലെ പൂവാണ്. നമ്മൾ കമാസിയ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടത് ആസ്പെറാഗസിൻ്റെ ഫാമിലിപ്പെട്ട ചെടിയാണ്. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ കുറേ ഏരിയകളുണ്ടാകും. ദൂരെ കാണുന്നതൊക്കെ നല്ല ഒരു പാർക്ക് ലൈക്ക് സെറ്റിങ്ങിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഈ വയലറ്റ് പൂ എന്താണെന്ന് മനസ്സിലാവുള്ള. ബ്ലൂബെൽ അതന്നെ ഹയസന്ത്, വുഡ് ഹയസന്ത്. ദാറ്റ്സ് ഓൾസോ ഐ തിങ്ക് യൂറോപ്പിലെ. അത് നേറ്റീവ് അല്ല. വുഡ് ഹയസന്ത് ഉണ്ടോ ഇത് ചേക്കുന്നത്? നിറച്ചുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഈ ഒരു സ്ലോപ്പ് മുഴുവനും കണ്ടത് മുഴുവൻ അതാണ്. ശരിക്കൊരു വുഡ്ലാൻഡ് ഗാർഡൻ ബിക്കോസ് ഓൾ ഓഫ് ദീസ് ആർ ഷെയ്ഡ് പ്ലാന്റ്സ്. ഇതാണ് വുഡ്ലാൻഡ് ബേസിക്കലി. മരങ്ങളുടെ അടിയിൽ വളരുന്ന ചെടികൾ. തണല് നല്ല നല്ലതാണ്. തണല് വേണം, ആസിഡിക് സോയിലും വേണം. ഇത് മുഴുവനും ഒരു മെയ് അവസാനമൊക്കെ ആകുമ്പോഴേക്കും പൂത്ത് കഴിയും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും വെറൈറ്റി അസീലിയ ഉണ്ട്. കളർ വേരിയേഷൻ തന്നെ ഇത്രയും പൂക്കൾ. നമ്മൾ സ്ഥിരം ലാൻഡ്സ്കേപ്പിംഗ് അസീലിയാണ് കാണാൻ. ഭയങ്കര ബ്രൈറ്റ് കളറ്, മറ്റേ മജന്ത, ചുവപ്പ്, പിങ്ക് തന്നെ ഡാർക്ക് പിങ്കുകൾ എപ്പോഴും കാണാം. ഇത് നോക്കി നല്ലൊരു പീച്ചും പിങ്കും കൂടി ചേർന്നൊരു കളർ. അതിൻ്റെ നടുക്കാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ വേരിയേഷൻ ആ നടുഭാഗത്തും പെറ്റലിന്റെ ഉൾഭാഗത്തൊക്കെ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമാണ് കേട്ടോ. അതിന്റെ ഫോമിന്റെ കളറിന്റെ ഷെയ്ഡിങ്ങിനൊക്കെ. ഇത് ഡബിൾ സാധനമാണ്. ഇവിടെ ഉള്ളത് കുട്ടി കുട്ടി സ്റ്റാർ പോലത്തെ ഷേപ്പ്, ചെറുത്. ഓരോരോ സമയം പൂക്കുന്നു. I think it's there for like couple more weeks.
ഇതൊക്കെ ചെറിയ സൈസ് പൂവ് എല്ലാത്തിൻ്റെയും. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വലുതാണ്. അതുപോലെ ഇതൊക്കെ സിംഗിൾ ലെയറാണ്. താഴെ മുഴുവൻ ഇതൊക്കെ നടന്ന് അതും നല്ലതായിരിക്കേ. അവിടെ വരാൻ നമ്മൾ അതിലെല്ലാം വന്നത്. നോക്ക് ഒരാളെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നു പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആരെയും പിടിച്ചു വലിച്ച് കൊണ്ടുവരാനില്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇവിടെ വന്നിവിടെ നമ്മളൊരു വീഡിയോ ഉണ്ടാവുന്ന എന്നിട്ടും ആളൊക്കെ ഇതിൻ്റെ കളർ വേരിയേഷൻ നോക്ക്. ഇതൊക്കെ റോഡൻഡൻ ഫാമിലിയാണ് കണ്ടോ. സ്വീറ്റ് ഇൻഡിക്ക, സദേൺ ജപ്പാൻ. ഓക്കെ, എന്ത് ഭംഗിയാണ് മൊത്തം. ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്താ അറിയില്ല, നല്ല ഭംഗിയുണ്ട്. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓക്കെ കംപ്ലീറ്റ്ലി വേറെ ഷേപ്പ്. പിന്നെയൊക്കെ ഈ ഹോൾ സ്റ്റെപ്പ് മുഴുവൻ വഴി ഇതാ. ഇവിടെ നല്ല 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പാത്തുകളാണ് നിറച്ച് ഈ കുന്നിൻ്റെ മുകളിൽ. വേണ്ട ഫുൾ സീ ഓഫ് അസീലിയസ്. ഇതിൻ്റെ പേര് കറൂമെ അസീലിയ. അത് പിങ്ക് തന്നെയാണെന്ന് വിചാരിക്കണം കേട്ടോ ഞാൻ. ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് കണ്ടു. ഇതിൻ്റെ പേര് കൊറോമോഷിക്കിബു. നല്ല ഭംഗിയുണ്ട്, കാണാത്തവിടെ. ബിജുവാടി പറഞ്ഞു തുടങ്ങി 10 മിനിറ്റ് ആയിട്ടില്ല. ഇത് നമ്മൾ കണ്ട തന്നെയല്ലേ, കുറേ കളർ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല വെതറാണ്, നല്ല കാറ്റുണ്ട്, ചൂടൊന്നുമില്ല. സോ ഇറ്റ്സ് ആക്ച്വലി നൈസ്. ഇതൊക്കെ കഴിഞ്ഞു പൂത്ത് കണ്ട. ആ ഏരിയ ശരിക്കും ഒരു പൂക്കളുടെ കാടിനുള്ളിലേക്ക് നടന്നു പോകുന്നൊരു ഫീലാണ്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് നടന്നെത്തുമ്പോഴേക്കും നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിന് ഇത്രയും ഭംഗി വരുന്നത് ആ ഒരു നാച്ചുറലായിട്ടുള്ള സെറ്റിങ്ങിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ ഒരു ഫുൾ പാച്ച് പുകയും വെള്ളം പൂത്തക്കുന്ന പോലെ ഉണ്ട്. കണ്ടത്തിലെ ആൾക്കാർ പോകുന്നു കേട്ടോ. താമസം look at this. അത് നമ്മൾ പ്രോപ്പർ ഒരു ഗാർഡൻ പോലെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഷേപ്പും ഒക്കെ ഒന്നും ഇറ്റ്സ് നോട്ട് മാനിക്യൂർഡ്, ഇറ്റ്സ് ആ ഒരു അത് വളരുന്ന പോലെ അതിൻ്റെ ഷേപ്പ് അങ്ങ് വിട്ടേക്കാണ്. ഇവിടെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവിന് മാത്രം എന്നെ ഫോട്ടോ ഒന്നും എടുക്കണ്ട. ഇയാൾ ഫോട്ടോ എടുക്കണേ? എന്താ ഇതിന്റെ 10ാമത്തെ വർഷമായി കാണുന്നത്, അതുകൊണ്ടാ. ഇത് മുഴുവൻ അസീലിയാണ് കേട്ടോ. ആ ബാക്കിലൊക്കെ ഒന്നൊക്കെ അസീലിയാ. എനിക്ക് മനസ്സിലായില്ല അത്ര നല്ല പോവാന്ന്. നമുക്ക് പുതിയ വീട് വാങ്ങുമ്പോൾ നിറച്ച് വെക്കാം. ഓക്കെ, നമുക്ക് മര്യാദ ഇങ്ങനെ ബുക്കല്ല നമുക്ക് ഒരിക്കലും. ഈവൻ ഫോണിൽ നമുക്ക് ഇങ്ങനെ ബുക്കല്ല. ഉച്ചയ്ക്ക് വർക്കിംഗ് ഡേ വന്നിട്ട് പോലും നമ്മൾ കുറേ നടക്കുമ്പോൾ ഇങ്ങനെ പല പല നിറച്ച് പിക്ചറസായ ഫോട്ടോ സ്പോട്ടിലും ഉണ്ട്, അല്ലാണ്ടും ഉണ്ട് ബെഞ്ചസ്. എല്ലാത്തിലും ആൾക്കാരെ ഇരുത്തിരുന്നത് പ്രായ ആൾക്കാരാണ് കൂടുതൽ കേട്ടോ. ബിക്കോസ് വർക്കിംഗ് ഡേ കൊണ്ടായിരിക്കും, ഫാമിലീസ് ഒത്തിരി കുറവാണ്. പട്ടിയെ നടക്കാനായിട്ട് കുറേ ആൾക്കാർ കൊണ്ടിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ടിപ്പിക്കലി വീക്കെൻഡ് വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും, ബിക്കോസ് ഫാമിലീസൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഒരു ബെഞ്ച് കണ്ടുപിടിച്ചിരിക്കാനായിട്ട് എന്നിട്ട് ഇരിക്കുകയാണ്. നല്ല പിക്ചറസാണ്. ഞാൻ വീഡിയോയിൽ പറയായിരുന്നു ഇത് നല്ല കേരളമേലൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സ്പോട്ടായിരിക്കും. ബിക്കോസ് ലുക്ക് അറ്റ് ദിസ്. ഇത് കണ്ടോ, ഇങ്ങനെ നടന്നു വരുന്ന വഴിയാണ്, ഫുള്ള് സ്ലോപ്പിംഗ് ഹില്ലുകളാണ്. ബാക്കിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ വെയിലടിക്കുന്നുണ്ട്. ഇത് കണ്ട ഫുള്ള് ഇങ്ങനെ പൂത്ത് നോക്കുക ചുറ്റും. ഒരു മിനിറ്റ്. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പൂക്കളാണ് കണ്ടോ. ഇറ്റ്സ് എ വെരി സെറീൻ ആൻഡ് കാം പ്ലേസ് ടു സിറ്റ് ആൻഡ് എൻജോയ്. നമ്മൾ തിരിച്ച് പോവാണ്. ഒരാൾക്ക് ദർ ഇസ് ആക്ച്വലി യു ക്യാൻ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഹിയർ. ആൾക്കാർ പിക്നിക്കൊക്കെ കൊണ്ട് ലഞ്ച് കൊണ്ടുവന്നിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പൂക്കാൻ മറിച്ച് മുട്ട പൂത്തിട്ടില്ല കംപ്ലീറ്റ്ലി. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 വേഗം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.